നിങ്ങൾ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നീല ജലാശയത്തിങ്കിലേക്ക് വരുന്ന ഞങ്ങൾ ഓരോരുത്തരും ഫലഭൂയിഷ്ടമായി തീരുമെന്നും ഫലം പുറപ്പെടുവിക്കുമെന്നും എന്നും പച്ചയായി നിലനിൽക്കുമെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു. നീർച്ചാലാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യണം. എസെക്കിയേൽ പ്രവാചകൻ പറയുന്ന പോലെ ഒരു നദി ഒഴുകിയത് വിശാലമായി മുട്ടോളവും അരോളവുമല്ല, നീന്തിയാൽ കടക്കാൻ വയ്യാത്ത വിധത്തിൽ വലിയ ജലാശയമായിട്ട് മാറുന്നു. അതിൻ്റെ കരയ്ക്ക് നിന്നവർക്കൊക്കെ ഫലഭൂയിഷ്ടമായി തീർന്നു, ഔഷധങ്ങളും ഫലങ്ങളും നൽകിയെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി തളർന്നു കിടന്ന രോഗിയുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു നിന്നുകൊണ്ട് അവന് സൗഖ്യം നൽകുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, സൗഖ്യതനായ അങ്ങയുടെ തിരുമുമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും അങ്ങ് സൗഖ്യപ്പെടുത്തുമെന്ന് അങ്ങിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടുന്നില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവനായ കർത്താവെ, നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യ ശക്തിയും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇതാ കർത്താവേ, നിൻ്റെ കരുണയാണ്, നിൻ്റെ സ്നേഹമാണ്, നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഇന്നുവരെ നടത്തിയത്. ഈ നിമിഷം വരെ നീ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ബെത്സൈദയെപ്പോലെ എത്രയോ വർഷങ്ങളായി അങ്ങയുടെ കൃപയ്ക്കായി കാത്തിരിക്കുന്ന ധാരാളം പേര്, സൗഖ്യത്തിനായി കാത്തിരിക്കുന്നവർ, അവരെയെല്ലാം നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിൻ്റെ കരുണയൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ സ്വന്തമാക്കി തീർക്കുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.